നിനക്ക് ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല. ഇത് നമ്മളെ സുഷമേന്റെ മോളില്ലേ, നീ മുന്നേ പെണ്ണ് കാണാൻ പോയിട്ട് വേണ്ടാന്ന് പറഞ്ഞ. അത് ഇത്ര വലുതായ? നീ ഇപ്പൊ എത്ര കൊല്ലായി പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 10-20 കൊല്ലായി പെണ്ണ് കാണുന്നു. ഈ സുഷമേനെ ശരിയായാണ്. ഓക്ക് ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാർ സമ്മതിച്ചിട്ടാ. എവിടെയോ കിടക്കുന്ന ചൊവ്വി ആ പെണ്ണും തമ്മിൽ എന്നാന്നൊരു ബന്ധം. ഇപ്പൊ നീ ചൊവ്വ ദോഷം നോക്കുന്നുണ്ടോ? ഇപ്പൊ ചൊവ്വയും നോക്കില്ല, ബുധനും നോക്കില്ല, ശുക്രനും നോക്കില്ല, കല്യാണം കഴിച്ചതാന്ന് നോക്കില്ല. നീ ഇന്നലെ ഒരു പെണ്ണ് കാണാൻ പോയില്ലേ, 6 വയസ്സിലെ കുട്ടിയില്ലേ ഡൈവേഴ്സ് ആയത്? അത് ബംഗാളിന്റെ അപ്പുറം പോയി. എന്റെ നല്ല പ്രായത്തിൽ അതിന് വീട്ടുകാർ സമ്മതിച്ചിട്ടാ. ചൊവ്വയിലെ പെണ്ണെ കൊണ്ടുവന്നു കഴിഞ്ഞാല് വീട്ടില് ഭൂകമ്പം ഉണ്ടാവും പറഞ്ഞിട്ട്. ഇപ്പൊ വീട്ടുകാർ പറയുന്നത് നിക്ക് എവിടെയെങ്കിലും നോക്കി വെച്ചുകൂടെയാണ്. ഞാൻ ആകെ നോക്കി വെച്ചാൽ നമ്മളെ പറമ്പിൽ കുറച്ച് തേങ്ങയാണ്, അത് നാട്ടുകാർ അടിച്ചോണ്ടുപോയി. ഇനി നമുക്ക് പെണ്ണൊന്നും കിട്ടും തോന്നുന്നില്ല. പെണ്ണെല്ലാം കിട്ടും. പെണ്ണ് കിട്ടാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? മനുഷ്യന്മാരെക്കാട്ടും സുന്ദരികളാണ് യക്ഷികൾ എന്ന് കേട്ടിട്ടുണ്ട്. നല്ല വെള്ളസാരൊക്കെ കൊടുത്തിട്ട്. പെണ്ണിനെ തന്നെ കിട്ടുന്നില്ല, പിന്നെ നമ്മൾ എവിടെ പോയി തപ്പാനാ യക്ഷികളെ? സുമതി വളവ്, ഇനി അതേ രക്ഷയുള്ളൂ. വാ നീ കണ്ടിട്ട് തന്നെ പേടിയാവുന്ന. നമുക്ക് തിരിച്ചു പോയാലോ? കുറച്ചുകൂടി വാ. ഇത് സുമതിയല്ല, സുമതൻ. വാ ഇതിനകത്ത്.